ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ഇത്രയധികം റെസ്പോൺസ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കാരണം കുറേ അധികം ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു കമൻസൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി സന്തോഷമായി. അതിനെല്ലാം ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോടെല്ലാം നന്ദി അറിയിക്കുകയാണ് കേട്ടോ. ഈ ഒരു സപ്പോർട്ട് തുടർന്ന് നമ്മളോടൊപ്പം ഉണ്ടാവണം. അപ്പോൾ ഇതാ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ അവസാനം പറഞ്ഞായിരുന്നു കുറേ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ടെന്ന്. അതിലെ ഒരു പ്രധാന വിശേഷമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. കുറേ കാലമായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിന് സമയമായത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ തീരുമാനിച്ച് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് തന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഡെയിലി കുക്ക് ചെയ്യും. ഡെയിലി നമ്മൾ കൊടുക്കുന്നില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിൽ നേരത്തെ പ്രീ ഓർഡർ എടുത്തതിന് ശേഷം അതനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്ന കട്ട്ലേറ്റിനാണ് കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റിന് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു 25 കിട്ടിയാൽ ധാരാളം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയുക 110 കട്ട്ലേറ്റിന് എനിക്ക് ഏകദേശം 110 കട്ട്ലേറ്റിന് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ശരിക്കും ടെൻഷനായി കേട്ടോ. കാരണം നമ്മളെപ്പോഴും മാക്സിമം ഞാനൊരു 25 കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാറുണ്ട്. ആരെങ്കിലും വന്നാലോ ഗസ്റ്റുകൾ വന്നാലോ ഒക്കെ കട്ട്ലേറ്റ് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കാമെന്നുള്ളൊരു കോൺഫിഡൻസും എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇത്രയധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ ശരിയാകുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണയായിരിക്കും. അപ്പോൾ അതാ ഞാനും ദിനുവും കൂടെ ദിനുവിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ ഞാൻ ചിക്കനൊക്കെ കുക്ക് ചെയ്ത് വെച്ചു, സവോളയൊക്കെ കട്ട് ചെയ്ത് അതിനുവേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പാത്തൂസാണെങ്കിൽ ഭയങ്കര ഡാൻസാണ്, കാവാലയൊക്കെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ പാത്തൂനാണെങ്കിൽ ചെറുതായിട്ട് ചുമയൊക്കെ ആയിട്ടിരിക്കുകയാണ്, സ്കൂളിൽ പോയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാട്ടൊക്കെ വെച്ച് കൊടുത്തത്. അപ്പോൾ അവിടെ ഡാൻസൊക്കെ കളിച്ചിരുന്നോളും. അപ്പോൾ അങ്ങനെ അവൾ അവിടെ കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനിയിപ്പം കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദിനു വന്ന് ഹെൽപ്പ് ചെയ്തിട്ട് പോകും, അങ്ങനെയാണ്. അപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിലും ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ വലിയ ജാറിലിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് വിപ്പ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. പിന്നെ കട്ട്ലേറ്റിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള എങ്ങനെയാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കി എടുക്കുന്നത് എന്നുള്ളതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ചാനൽ തുടങ്ങി ആ ഒരു സമയത്തെങ്ങാണ്ട് ഞാൻ ചെയ്ത് ഒത്തിരി കാലമായി കേട്ടോ. വേണമെങ്കിൽ ആ ഒരു റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നല്ല അടിപൊളി കട്ട്ലേറ്റാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ സവോളയും കറിവേപ്പിലയും എല്ലാം നല്ലപോലെ ചോപ്പ് ചെയ്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ പച്ചമുളകാണെങ്കിലും എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും അധികമായി പോകുമോ അതെങ്കിൽ കുറഞ്ഞു പോകുമോ, കാരണം നമുക്കൊരു കറക്റ്റ് ക്വാണ്ടിറ്റി എത്ര ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം മസാലയൊക്കെ ഇടുമ്പോൾ ഏകദേശം എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഇത്രയും ചിക്കനും സവോളയ്ക്കും ഒക്കെ ഇത്ര മസാല വേണമായിരിക്കുമെന്ന്. പക്ഷേ ഉണ്ടാക്കി കുഴച്ചത് ഉരുട്ടി വരുന്ന സമയത്ത് ഈ 110 മേലെ കട്ട്ലേറ്റ് ഉണ്ടാവുമോ എന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇതിന് വേണ്ട പൊടികൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ വിപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചക്കത്തെ കുക്കിങ്ങും ഫുഡ് കഴിപ്പും വീട്ടിലത്തെ ക്ലീനിങ് പരിപാടികളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കട്ട്ലേറ്റിൻ്റെ പരിപാടികളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഞാൻ കുക്കറിൽ തന്നെ പൊട്ടറ്റോ വേവിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളൊന്നും പൊട്ടറ്റോയിൽ കടിക്കാൻ കാണരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കട്ട്ലേറ്റ് ഉരുട്ടി എടുത്തിട്ട് അത് വറക്കുന്ന സമയത്ത് അത് നന്നായിട്ട് പൊട്ടി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പൊട്ടറ്റോ എല്ലാം നന്നായിട്ടത് ഒരു മാഷർ വെച്ചിട്ട് മാഷ് ചെയ്തെടുത്താലും മതിയാവും. എന്നിട്ട് കുറച്ചായിട്ട് ഞാൻ ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒന്നിച്ചെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ മിക്സ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും. പിന്നെ ഉരുളിയിൽ അത് കൊള്ളുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കുറച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാൻ പറ്റി. പിന്നെ കൈകൊണ്ട് നമുക്ക് ഉരുട്ടാവുന്ന ആ ഒരു ചൂടുണ്ടല്ലോ, ആ ഒരു പരുവത്തിലായപ്പോഴത്തേക്കും ഞാൻ ഓരോന്നും ഇരുന്ന് ഉരുട്ടാനായിട്ട് തുടങ്ങി. പിന്നെ എനിക്ക് വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം നമ്മളിങ്ങനെ ജോലികൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോകും. ചിലപ്പം കാരണം അത് കുറച്ച് ഡിഫിക്കൽട്ടും കൂടിയാണ്. നമ്മൾ ആ നടക്കുന്ന വഴിക്ക് ക്യാമറയും കൂടെ കൊണ്ട് ട്രൈപോഡിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യണ്ടായി. അപ്പോൾ ഞാൻ എല്ലാം ഒരേപോലെ പരത്തി വെച്ചു. അതിനുശേഷം പിന്നെ ഡിപ്പ് ചെയ്ത് മുട്ടയുടെ വെള്ളയ്ക്കകത്തും അതുപോലെ ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതിന് പാക്ക് ചെയ്ത് ഓരോരുത്തടത്ത് കൊണ്ട കൊടുക്കാമായിരുന്നു കേട്ടോ. അതൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ ഫ്ലാറ്റ് നമ്പറും എഴുതി അവരുടെ എത്ര കട്ട്ലേറ്റ് ആണ് പറഞ്ഞതെന്ന് അനുസരിച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ട് കൊടുത്തു. ഫസ്റ്റ് ഡേ ആയിരുന്നുകൊണ്ട് ഹോം ഡെലിവറി പ്രൊവൈഡ് ചെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഈസി ആയിട്ട് മേടിക്കാനായിട്ടും പറ്റി.
അപ്പോൾ കട്ട്ലേറ്റൊക്കെ എല്ലാവർക്കും കൊടുത്തു. ആകെ 2 മാത്രം പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അവർ വീട്ടിൽ വന്ന് എടുത്തോളാം, വെളിയിലാന്ന് പറഞ്ഞതുകൊണ്ട് അത് മാത്രം നമ്മൾ വീട്ടിൽ വെച്ചിരുന്നു. ദിനു ആണെങ്കിലും ഓടി ഓടി ഒത്തിരി ടയേർഡായി കേട്ടോ. എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു ദിനു. അതുപോലെ പാക്കിംഗ് ഒക്കെ ഫുള്ളായിട്ട് ദിനു തന്നെ ചെയ്തത്. ഓർഡർ നമ്മൾ എല്ലാം എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് ഓരോരുത്തർക്കും വേണ്ട എത്ര കട്ട്ലേറ്റ് ആണെന്നൊക്കെ നോക്കി നോക്കി പാക്ക് ചെയ്ത് ഓരോ വീട്ടിലും ഫസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഹോം ഡെലിവറി കൊടുത്തു. അപ്പോൾ അതെല്ലാം നോക്കി കൊടുക്കുകയൊക്കെ ചെയ്ത് തിരിച്ച് വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ക്ലീനിങ്ങിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പം കട്ട്ലേറ്റ് ഉണ്ടാക്കിയ സമയത്ത് കറക്റ്റ് കൗണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒന്നുപോലും കൂടുതലും ഇല്ല കുറവും ഇല്ലാതെ അങ്ങനെ കറക്റ്റായിരുന്നു കൗണ്ട്. പിന്നെ കൊടുത്ത എല്ലാവർക്കും കട്ട്ലേറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ട് എല്ലാവരും നല്ല ഫീഡ്ബാക്ക് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. കട്ട്ലേറ്റ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. എല്ലാവരുടെയും നല്ല ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ അടുത്ത ഐറ്റമായിട്ട് നമ്മൾ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം പൂരിയും എഗ് റോസ്റ്റും അതുപോലെ തന്നെ ചന്ന കുറുമയാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഇട്ടിരുന്നത്. നമ്മൾ ഈ ഒരു പരിപാടി തുടങ്ങുമ്പോൾ ഒരുപാട് ഓർഡറൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ സത്യം പറഞ്ഞാൽ തുടങ്ങുന്നത്. വളരെ കുറച്ചിപ്പോൾ ഒരു 5-6 ഓർഡർ എക്സ്ട്രാ കിട്ടിയാൽ പോലും അത് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ എന്തായാലും വീട്ടിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നല്ല കുറഞ്ഞ ഓർഡർ ആണെങ്കിൽ അത്രയും ഭംഗിയായിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റും. പ്രത്യേകിച്ച് നമുക്കൊരു ചെറിയൊരു ഇൻകം കൂടി ആകും. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഒപ്പം നടന്നു. നമ്മളെപ്പോഴും എല്ലാ കാര്യത്തിലും ബിസി ആയിട്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ലൈഫിൽ ഏറ്റവും നല്ലതെന്ന്. കാരണം നമുക്ക് കുറച്ച് സമയം അധികമായിട്ട് കിട്ടുമ്പോഴാണ് നമ്മളത് വെറുതെ കളയുന്നത്. നമുക്ക് സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മളത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ പാത്തുവിന് ചുമയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അങ്ങനെ ചുമ കൂടി വരികയാണ് ചെയ്തത്. അവൾക്ക് നെബുലൈസേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു, മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചുമ കുറയുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ചുമ മാത്രമേ ഉള്ളൂ. ചില ദിവസങ്ങളിൽ മാത്രം കുറച്ച് സമയം ഒന്ന് കോൾഡ് പോലെ തോന്നും, പിന്നെ അതങ്ങ് മാറും. എന്നാൽ രാത്രി കിടക്കുന്ന സമയത്ത് നല്ല ചുമയാണ്. അപ്പം അതുകൊണ്ട് നെബുലൈസേഷൻ കൊടുക്കാനായിട്ട് ഇരുത്തിയേക്കാണ്. അപ്പോൾ ബോറടിക്കാതിരിക്കാൻ അവൾക്ക് കളർ ചെയ്യാനായിട്ടെല്ലാം ഞാൻ അവിടെ വെച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് സവോളയുടെ മണം, കൊച്ചുള്ളിയുടെ മണം, വെളുത്തുള്ളിയുടെ മണം, ഇഞ്ചിയുടെ മണം, ഇത്രയും ഐറ്റത്തിൻ്റെ മണമൊക്കെ കുഞ്ഞിലെ തൊട്ടേ ഇഷ്ടമല്ല. അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മണം കിട്ടിക്കഴിഞ്ഞാൽ അവൾ എൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് പോലും ഒന്നും മേടിച്ച് കഴിക്കത്തില്ല കേട്ടോ. ഇങ്ങനെയൊരു സ്വഭാവമുള്ള വേറെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. മാറും എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ മാറിയില്ല. അപ്പോൾ അവൾ കാണാതെയൊക്കെ ഞാൻ സവോളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാണ്. ഇപ്പോൾ ആവി പിടിക്കാൻ ഇരുത്തിയ സമയത്തിന് ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തു. ഫ്രിഡ്ജിൽ കുറച്ചധികം സമയം ഞാൻ ക്ലിംഗ് റാപ്പ് ഇട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കണ്ണ് നീറാതിരിക്കാൻ. കണ്ണ് നീറുമ്പോഴാണെങ്കിൽ അവൾ പെട്ടെന്ന് അറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലൊരു 10-20 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനത് കട്ട് ചെയ്തെടുത്ത് ചെറിയ ഉരുളിക്കകത്തിട്ട് വഴറ്റുവാണ് കേട്ടോ. പക്ഷെ അതെനിക്ക് അബദ്ധമായി. ഞാൻ വിചാരിച്ചു ദിനു ഇവിടെ ഉണ്ടായിരുന്നത്. ദിനു ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞേനെ അത് ചെറിയ ഉരുളിക്കകത്ത് കൊള്ളത്തില്ല, വലിയ ഉരുളി തന്നെ എടുക്കാൻ. പക്ഷേ ചെറിയ ഉരുളി മാറ്റി പിന്നെ വലിയ ഉരുളി തന്നെ ഞാൻ വെച്ചു. ഇങ്ങനെ ചെറിയ പൊട്ടത്തരങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഉരുളി മാറ്റി വലിയ ഉരുളിയിൽ അതിൽ സവോളയൊക്കെ ഒന്ന് വഴറ്റാനായിട്ട് വെച്ചു. അത് എഗ് റോസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് ചന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് സവോളയൊക്കെ ഒന്നിട്ട് വഴറ്റാനായിട്ട് പോവാണ്. അപ്പം മറ്റേ പോലെ അബദ്ധം പറ്റാതിരിക്കാൻ വലിയ കുക്കർ തന്നെയാണ് കേട്ടോ ഞാൻ ആദ്യമേ തന്നെ എടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സമയവും നഷ്ടമാണ്, ഇരട്ടി ജോലിയാണ്. പാത്രമാണെങ്കിലും കൂടുതലായിട്ട് കഴുകേണ്ടി വരും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം പല മിസ്റ്റേക്കുകളും നമുക്ക് ഉണ്ടാവും. അതിൽ നിന്നൊക്കെ നമ്മൾ ഓരോ പാഠങ്ങൾ പഠിച്ചായിരിക്കും വീണ്ടും ചെയ്യുക. കാരണം നമ്മളെപ്പോഴും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കുക്ക് ചെയ്ത് പഠിച്ചവരല്ലേ. അപ്പോൾ പെട്ടെന്ന് ബൾക്കായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാകും. പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പം ഒന്നും ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്ത് തുടങ്ങുന്നത് തന്നെ. ഓരോ സാധനം കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴേ പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാം നന്നായിട്ട് വരണേ. കാരണം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലുണ്ടാകുമ്പോൾ എനിക്ക് ഉറപ്പാണ് നന്നായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. കാരണം അതെനിക്ക് ശീലമാണ്. പക്ഷേ ക്വാണ്ടിറ്റി കൂടുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഓരോന്നിനും വ്യത്യാസം വരികയല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ടെൻഷനും ഉണ്ട്. അപ്പം പതുക്കെ ചെയ്ത് റെഡിയാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും ചോദിക്കും വീട്ടിൽ ഒത്തിരി ജോലിയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ എങ്ങനെ പറ്റുമോ എന്നൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലെയാണ് ഓരോ ദിവസത്തെ സമയവും. എനിക്ക് മനസ്സിലാക്കിയേക്കുന്ന കാര്യമാണ്, ഞാൻ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു ജോലി നടക്കത്തില്ല. എങ്ങനെയായിരിക്കും എല്ലാവർക്കും. അതേസമയം ഞാൻ ആക്റ്റീവായിട്ട് ഒരു ദിവസം രാവിലെ തുടങ്ങുവാണെങ്കിൽ അന്നത്തെ ദിവസം ഫുൾ എനിക്ക് ഓരോരോ ജോലികളും പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി,
കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആദ്യം ഇടേണ്ട മഞ്ഞൾപ്പൊടി ഞാൻ മറന്നുപോയി, ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം വളരെ കുറച്ചുണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളുടെ ആ ഒരു കുത്തൽ ടേസ്റ്റ് വരരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് പൊടികളുടെ ആ ഒരു ടേസ്റ്റൊക്കെ മാറാനായിട്ട് അവിടെ വെള്ളം ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചനയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡി ആയതിലേക്ക് പൊട്ടറ്റോയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ടൊമാറ്റോയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഏകദേശം ഒരു 6 മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെച്ച വെള്ളക്കടലയാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇത് കുക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ഈ സമയത്ത് നോക്കിയിട്ട് വെക്കുകയാണെങ്കിൽ എളുപ്പം ഉണ്ടാകും. അപ്പോൾ ഞാൻ രാവിലെയാണ് കടല സോക്ക് ചെയ്യാനായിട്ട് വെച്ചത്. ഇന്ന് ഡിന്നറായിട്ടാണ് നമ്മൾ ഈ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ വീട്ടിലെ ജോലികളും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ലഞ്ചും കഴിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് അടുക്കള കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കുക്കറിൽ അങ്ങനെ അത് വിസിൽ ആവാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. കുറച്ച് തിളപ്പിച്ച വെള്ളം, ഇതിലെല്ലാം ഞാൻ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് വെച്ച് അത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. റോസ്റ്റ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കുക്കർ 3 വിസിൽ, മീഡിയം ഫ്ലെയിമിൽ 3-4 വിസിലൊക്കെ വന്നപ്പോഴത്തേക്കും ഞാനത് ഓഫ് ചെയ്തിട്ടു. അതിന് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടെ ഒന്ന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ എഗ് റോസ്റ്റിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ എഗ്ഗ് ഇട്ട് കൊടുക്കുന്നില്ല, കാരണം ഇപ്പോൾ ഒരു 5 മണി ആ ഒരു ടൈം ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ എഗ്ഗ് ഇട്ട് വെക്കുന്നില്ല. എഗ്ഗ് ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേക്കും നമുക്കത് എഗ്ഗും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ പൂരിക്ക് വേണ്ടിയിട്ട് മാവ് കുഴച്ച് വെക്കുകയാണ് കേട്ടോ. അതും എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. പൂരിക്ക് ഏകദേശം എത്രത്തോളം മാവ് വേണം എന്നൊക്കെ ഞാൻ എപ്പോഴും ഒരു കൈക്കണക്കിനാണ് എടുക്കാറ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തു. പിന്നെ വിചാരിച്ചു മാവൊക്കെ ഒന്ന് ഉരുട്ടിയെടുത്ത് മാറ്റി വെക്കുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവുമല്ലോ എത്ര ഉരുളയാക്കിയെന്ന്, എത്ര പൂരി ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് പരത്തുന്ന സമയം കൊണ്ട് കുറച്ച് മാവും കൂടെ കുഴച്ച് വെച്ചാൽ അന്നേരത്തേനും സെറ്റ് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഉള്ള മാവ്, അതായത് എനിക്ക് ഏകദേശം ഒരു ഐഡിയ തോന്നി അത്രയും മാവ് ഞാൻ എടുത്തൊന്ന് കുഴച്ചു കേട്ടോ. പക്ഷേ അത് കുറവായിരുന്നു, എനിക്ക് വീണ്ടും കുഴക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞില്ലേ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല, നമ്മൾ ആദ്യം ചെയ്യുന്നതിൻ്റെ ആയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തിയുടെ അത്രയും പൂരിക്ക് സോഫ്റ്റ് ആവണ്ട, വെള്ളത്തിൻ്റെ അംശം കുറച്ച് കുറവായിരുന്നാൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ അതൊരു ക്ലിങ് റാപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മൂടിയിട്ട് പിന്നെ ഒരു പാത്രം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്നൊന്ന് റെഡി ആവട്ടെ. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ്, മസാലയൊക്കെ ഇട്ടിട്ടുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കടല ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അതിലൊന്ന് തിളയൊന്ന് വന്ന് കഴിഞ്ഞിട്ട് അതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചന ഇവിടെ റെഡിയായി. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അപ്പം ഉള്ള പാത്രങ്ങൾ ക്ലീൻ ചെയ്ത് പോവായിരുന്നു കേട്ടോ. ഇതെനിക്ക് വലിയ ജോലിയായിട്ട് തോന്നിയില്ല, പക്ഷേ കട്ട്ലേറ്റ് ഉണ്ടാക്കിയ സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഓരോന്നും നമുക്ക് പരത്തി പിന്നെ അത് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും കുറേ അധികം നമുക്ക് ടൈം എടുക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വലിയ ജോലിയില്ല, പിന്നെ പൂരി പരത്തുകയും ചുടുകയും ചെയ്താൽ മതിയല്ലോ. അങ്ങനെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. മല്ലിയിലൊക്കെ ഇട്ട് ടേസ്റ്റൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ന മസാലയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എഗ് റോസ്റ്റ് ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ദിനു വന്ന് ടേസ്റ്റ് നോക്കി ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. കാരണം ഇത്രയധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് ഓക്കെ ആണെന്ന് പറയണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ദിനു ഒന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓഫീസിൽ നിന്ന്. സാധാരണ 9 മണിയൊക്കെ കഴിയും വരാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ വന്ന് പാക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ജോലികളൊക്കെ തീർത്ത് വന്നപ്പോഴത്തേക്കും പാത്തു എല്ലാം നിരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് എല്ലാം ക്ലീൻ ചെയ്തൊക്കെ വെച്ച് ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഇതാ വിളക്കൊക്കെ കത്തിച്ച് കേട്ടോ. വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നാമമൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതൊക്കെ പൂരി പരത്താനായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നാമം ജപമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പൂരി പരത്താനായിട്ട് പതുക്കെ അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ദിനു ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ദിനു വന്നിട്ട് കുളിക്കാനായിട്ടൊക്കെ പോയി കേട്ടോ. അപ്പോൾ ഇതാ പൂരി പരത്താനായിട്ട് ഫോയിൽ പേപ്പറൊക്കെ ഇങ്ങനെ ദിനു ഇട്ട് തന്നു. അവിടെ വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് ഞാൻ മാറ്റി കേട്ടോ, കാരണം സ്പേസ് വേണമല്ലോ ഇതെല്ലാം പരത്തി ഇടാനായിട്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവൊക്കെ ഒന്നുകൂടെ ഞാൻ കുഴച്ചെടുക്കുകയാണ്. എന്നിട്ടത് ബോൾസ് ആക്കി എടുക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ എത്ര ബോൾസ് ഉണ്ടെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ മാവിനെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പരത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആ മാവും സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം സാധാരണ പോലെ തന്നെ ഞാൻ ഓരോന്നും പരത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു ബോൾ എടുത്തിട്ട് കുറച്ച് അധികം എടുത്തിട്ട് പരത്തിയിട്ട് 2-3
മൂന്നും ഒക്കെ ആയിട്ട് കട്ട് ചെയ്യാം. പക്ഷേങ്കിൽ എനിക്ക് പൂരിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഈസിയാണ് കേട്ടോ, സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നും എടുത്ത് പരത്തി കട്ട് ചെയ്തെടുക്കാമായിരുന്നു. ഏകദേശം ഒരു 55ഓളം പൂരി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ പൂരി പരത്തുമ്പം ഞാനും കൂടെ ഒരെണ്ണം ഉണ്ടാക്കിക്കോട്ടെ അമ്മയെന്നൊക്കെ ചോദിച്ച് പാത്തു എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറയുന്നുണ്ട് ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല, ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ. അപ്പോൾ അത് നല്ല രീതിക്ക് ചെയ്യണം, നീ മാവ് ബാക്കിയുണ്ടെങ്കിൽ ലാസ്റ്റ് ചെയ്യിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ടു കേട്ടോ. പിന്നെ അതിന് ഓഫീസിൽ നിന്ന് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പതുക്കെ വന്ന് ഇതാ മുട്ട ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് തോടൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് വെക്കുവാണ് കേട്ടോ. സമയം അങ്ങനെ ഏകദേശം ഒരു 6:45 ആയിട്ടുണ്ട്. അപ്പോൾ 7:30 കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തവണ ഹോം ഡെലിവറി ഇല്ല, അവർ വീട്ടിൽ വന്നിട്ട് കളക്ട് ചെയ്തോളൂ, നമുക്ക് ഓർഡർ വന്നിട്ടുള്ളവർ. അപ്പോൾ അത് അതിന് നമ്മൾ ഹോട്ടൽ സ്റ്റൈലിൽ തന്നെയൊക്കെയാണ് കേട്ടോ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എന്താ മുട്ടക്കറിയൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ്. നമുക്ക് മുട്ടക്കറി കുറച്ച് കുറവും വെജിറ്റബിൾ കറി കൂടുതലുമാണ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതാ ചനയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് ഇതിന് വെക്കുവാണ് കേട്ടോ. അപ്പോൾ പൂരി പരത്തുന്നതിനിടയ്ക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഓടി വന്നത്. അപ്പോൾ അത് എല്ലാം ഓരോന്നും പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർ വരുന്നതനുസരിച്ചിട്ട് അവർക്ക് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. ചിലർ നേരത്തെ വരും, ചിലർ താമസിക്കുമല്ലോ. അപ്പോൾ പൂരിയെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ചധികം ഓയിൽ എടുത്തിട്ട് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായ എണ്ണയിലേക്ക് പൂരി ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പൂരി ഓരോന്ന് വറുത്തെടുത്ത് കാസ്ട്രോളിലിടുമ്പം അത് ഇതിന് ഓരോന്ന് വന്ന് പാക്ക് ചെയ്തെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അറിയാമല്ലോ, നമ്മൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോസൊന്നും പ്രോപ്പറായിട്ട് എടുക്കാനായിട്ടും പറ്റത്തില്ല. ചില സമയത്ത് മറന്നും പോകും. പ്രത്യേകിച്ച് എനിക്ക് ഈയിടെയായിട്ട് മറവി കൂടുതലാണെന്ന് ഞാൻ ഇന്നാളും ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു. ഭയങ്കര മറവിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് മറന്നു പോയിട്ട് അയ്യോ അത് എടുത്തില്ലല്ലോ എന്ന് വിചാരിക്കാറുണ്ട്. അതുപോലെ തമ്പനയിലാണെങ്കിലും പലപ്പോഴും തമ്പനയിൽ എടുക്കാനും മറന്നു പോകാറുണ്ട്. അപ്പം നമ്മുടെ പൂരിയൊക്കെ ഇതാ നന്നായിട്ട് പൊന്തിച്ച് വരുന്നുണ്ട്. അങ്ങനെ പൂരിയെല്ലാം ഞാനിങ്ങനെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഡ്രൈ ആയി പോകാതെയാണ് പൂരിയുടെ മുകളിലേക്ക് ഫോയിൽ പേപ്പറും കൂടി ഇട്ട് വെച്ചിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ തുറന്നിരിക്കുമ്പോഴത്തേക്കും അത് ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ പൂരി പാക്ക് ചെയ്യുന്നത് ഇതാ ഈ ഒരു പാത്രത്തിലാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അതിനിടയ്ക്ക് ഓരോരുത്തർ വന്ന് അവരുടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അവരെയൊന്നും നമ്മൾ കാണിക്കുന്നത് ശരിയല്ല, അവരുടെ പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണിച്ചിട്ടില്ല. അപ്പം ഇതാ ഇത്രയും പാക്കറ്റും കൂടെ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ കൊടുത്ത് തീർന്നു. എല്ലാവരും വന്ന് മേടിച്ചുകൊണ്ട് പോയി. കഴിച്ച എല്ലാവരും നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയൊരു സംരംഭം എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ ആളും വന്ന് ഫുഡ് എടുത്തുകൊണ്ട് പോയതിന് ശേഷം ഇതാ പാത്തുവിന് ഞാൻ കഞ്ഞി കൊടുക്കുകയാണ് കേട്ടോ. അവളും ആകെ ടയർഡാണ്, അവൾക്ക് ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ അവൾക്ക് കഞ്ഞി മതി, അവൾക്ക് ചുമയൊക്കെ ആയിട്ടിരിക്കല്ലേ, കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട് കഞ്ഞി വെച്ച് കൊടുത്തു, അത് കുടിക്കുകയാണ്. എനിക്കും നല്ലപോലെ ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പോയി മേലൊക്കെ കഴിയതിന് ശേഷം ഒന്ന് കിടന്ന് ഉറങ്ങണം. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ടൊന്നും തോന്നാറില്ല കേട്ടോ. അതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഈ ഒരു സംരംഭത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ടാവണം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വളരെ കുറച്ച് ഓർഡറേ വന്നിട്ടുള്ളെങ്കിലും അത് നല്ല രീതിക്ക് കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റണം. ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്